സ്വർണ്ണപ്പാളി വിഷയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പത്തനംതിട്ടയിൽ ജനം ടിവിയോട് പ്രതികരിക്കുന്നു. തത്സമയം. കൃഷ്ണരാജ്, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള പത്മകുമാർ നമ്മളോടൊപ്പമുണ്ട്. നിലവിലിപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട്, അവിടുത്തെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും വിമർശനങ്ങളുമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ തേടിയിരിക്കുന്നത്. നമസ്കാരം. അങ്ങ് പ്രസിഡന്റായിരിക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ഒരു പ്രതികരണം ആ വിഷയങ്ങളിൽ എങ്ങനെയാണ്? ഇല്ല, അക്കാര്യത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പ്രസിഡൻ്റായിരുന്നപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ശബരിമലയ്ക്ക് അനുഗുണവും അനുകൂലവുമായിട്ടുള്ള തീരുമാനങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളൂ. അതിന് അടിസ്ഥാനപരമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്ഷേപം വരാൻ പാടില്ലാത്തതാണ്. എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഞാനൊരു വ്യക്തിനിഷ്ഠമായിട്ടല്ല പറയണത്. ഇപ്പോൾ അവിടെ സ്വർണ്ണ അതിനുശേഷം മറ്റേ ദ്വാരപാലകർ, ഇതിനെപ്പറ്റിയുള്ള തർക്കം വന്നപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളാണ് ഇത് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് വർത്തമാനം ഉണ്ടാക്കിയത്. കൊണ്ടുപോയപ്പോൾ 44 കിലോ സ്വർണം, തിരിച്ചു വന്നപ്പോൾ 38 കിലോ സ്വർണം. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് സ്വർണ്ണപ്പാളിയല്ല, അത് നോക്കേണ്ടി വന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ആൾക്കാർ സമർപ്പണങ്ങൾ ഉണ്ട്. പാടില്ല എന്ന് പറയാൻ ാവുമ്പോഴാണ് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നത്. ഇപ്പോൾ രാമമൂർത്തി മണ്ഡപം പമ്പ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഒരു ആക്ഷേപവും വന്നിട്ടില്ലല്ലോ. ഇങ്ങനെ രാമമൂർത്തി മണ്ഡപം പണിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആ പാവം പണപ്പിരിവൊന്നും നടത്തിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ ചെറുപ്പത്തിലാണ് സ്വാമി അയ്യപ്പൻ റോഡ് അവിടെ പണിയുന്നത്. സുബ്രഹ്മണ്യ സ്വാമി അയ്യപ്പൻ എന്ന് പറയുന്ന സിനിമ എടുത്തു. അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം, അത് നല്ല ലാഭത്തിൽ പോവുകയാണെങ്കിൽ, സിനിമ വിജയിക്കുകയാണെങ്കിൽ ശബരിമലയിൽ അയ്യപ്പ ഭക്തന്മാർക്ക് നടന്നു പോകാനുള്ള ഒരു വഴിയുണ്ടാക്കി കൊടുക്കാം എന്നുള്ളതാണ്. ആ സിനിമ വിജയിച്ചതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം ഉപയോഗിച്ച് ശബരിമലയിൽ നിന്ന് പുതിയ റോഡ് അദ്ദേഹം വിട്ടു. ഇപ്പം ട്രാക്ടർ പോകുന്ന റോഡ് അതാണല്ലോ. അന്നത്തെ കാലത്ത് ഈ JCB ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ജോലിക്കാരെ നിർത്തി വെട്ടിയ റോഡാണ്. അപ്പം അന്ന് അദ്ദേഹമാണ് അതിൻ്റെ ചിലവ് വഹിച്ചത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ശബരിമലയെ സംബന്ധിച്ച് വളരെ പുരാതന കാലം മുതൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതിലിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഈ പറഞ്ഞതുപോലെ വാതിൽ കൊണ്ട് പൂജിക്കുന്നു, മറ്റേ ഇതൊക്കെ അവിടെ നിന്ന് പിരിവ് നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആക്ഷേപം വന്നത്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് ഇപ്പോൾ വ്യക്തമാക്കിയതുപോലെ വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം അക്കാര്യത്തിൽ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ഞാൻ കൊടുത്തിട്ടുള്ള ഉത്തരവിലൊന്നും ഒരു ദോഷവും വന്നിട്ടില്ല. തന്ത്രിയുടെ അനുമതിയോടുകൂടി കമ്മീഷണറും തിരുവാഭരണം കമ്മീഷണറും ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ അവരുടെ മേൽനോട്ടത്തിലും ഉത്തരവാദിത്വത്തിലും വേണമല്ലോ ഇത് നടത്താൻ. ഇപ്പോൾ ഒരു കെട്ടിടം പണിയുന്നു, കെട്ടിടം പണിഞ്ഞാൽ നമ്മൾ ഉത്തരവ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കല്ല് എത്രയുണ്ട്, മണൽ എത്രയുണ്ടെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നോക്കാൻ കഴിയില്ലല്ലോ. അത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കണം, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരിക്കണം, അല്ലെങ്കിൽ ചീഫ് എഞ്ചിനീയർ ആയിരിക്കണം അതിൻ്റെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞതുപോലെ ഇത് നോക്കി നടത്താനുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അന്ന് തന്നെയല്ല, സ്ത്രീ പ്രവേശനത്തിൻ്റെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ ഒട്ടേറെ മറ്റ് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനിടയ്ക്കാണ് ഈ പ്രശ്നങ്ങളിലൂടെ വന്നത്. അപ്പോൾ സ്വാഭാവികമായി ഒരാൾ ശബരിമലയിൽ ഒരു കാര്യം നടക്കി വെക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അത് വേണ്ടെന്ന് പറയാൻ കഴിയില്ല. അത് ഭക്തനും ദേവനും തമ്മിലുള്ള പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ആ ഭക്തനും ദേവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ പ്രശ്നത്തിൽ അതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ, അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഏത് അന്വേഷണവും വരട്ടെ, എൻ്റെ അഭിപ്രായത്തിൽ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവാദിത്വത്തിൽ നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടതുപോലെ റിട്ടയർഡ് ജില്ലാ ജഡ്ജി കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ.
ഏത് അന്വേഷണവും നടത്തുന്നത് നല്ലത് തന്നെയാണ്. ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ദുരുപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാണ് എൻ്റെ അഭിപ്രായം. നിലനിൽക്കുന്ന ചോദ്യം ജയമല്യ സമർപ്പിച്ച സ്വർണ്ണ പാളിയാണ്, അത് പൂശിയതായിരുന്നില്ല, പാളി ചേർക്കുകയായിരുന്നു എന്നാണ്. ഈ 2018 വന്നപ്പോൾ ആ പാളികൾ എവിടെ പോയി എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. അതങ്ങനെ ഒരു പാളി എന്നുള്ളതല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് എന്താ മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ സ്വർണ്ണപ്പാളി എന്ന് പറയുന്നത് എന്താ, യഥാർത്ഥത്തിൽ ഈ ഒട്ടകത്തിൻ്റെ ഇത് വെച്ചിട്ട് അടിച്ച് പരത്തി 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 പൂശിനേക്കാൾ ഇതായിരിക്കും. അത് മറ്റേ മേൽക്കൂരയിലാണ് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടത്. ബാക്കി ഈ സംഗതികളുണ്ടല്ലോ അതൊക്കെ പൂശാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലെ ഈ ആക്ഷേപിക്കുന്നത് പോലെ അല്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ഒരു ആക്ഷേപം വേണേൽ ഉന്നയിക്കാം. അതിങ്ങനെ സ്വർണം കിലോ കണക്കിന് സ്വർണം എന്നൊക്കെ പറയാം. ഇതൊന്നുമല്ല, അതിലല്ല ഇതിനകത്ത് ദോഷം നടന്നിട്ടുള്ളത്. ഇവിടുന്ന് ഇച്ചിരി കുറേ സ്വർണം കൊണ്ടുപോകുന്നുള്ളതല്ല. ഇതിനെ വിശ്വാസ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ, അതാണ് പ്രശ്നം. അങ്ങനെ വല്ലവരുടെയും നിന്നൊക്കെ പണം വാങ്ങിച്ചിട്ടുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കട്ടെ. അതിനൊന്നും ഒരു സംശയവുമില്ല. ശബരിമലയെ ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പാടില്ല.